ഹായ് ഹലോ നമസ്കാരം. ഞാനും ഹായ് പറഞ്ഞേരെ. ഹായ്, ഞങ്ങൾ ഇന്ന് എവിടെ കൊല്ലത്ത് പോവല്ലേ? ചിന്നക്കട. എന്തിനു പോവാന്നുള്ള കാര്യം പിന്നെ വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും അല്ലേ? ഏതായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് വിശേഷങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോവാം. ഓക്കെ. എന്തുകൊണ്ട് വെപ്രാളമൊന്നും? പിന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നത് എന്തായിരിക്കും അറിയോ? വിഷ്ണുവിന് പെണ്ണ് കാണാൻ പോവായിരിക്കും. നേരത്തെ ആരണ്ട് ഇതുപോലെ കമന്റ് ഇട്ടില്ല, വിഷ്ണുവിന് പെണ്ണ് കാണാൻ പോവാണോ? ഓർമ്മയുണ്ടോ? ആരായിരുന്നു? ആ, ഇതും കാണുമ്പോൾ മിക്കവാറും വിചാരിക്കുന്ന പെണ്ണ് കാണാൻ പോവായിരിക്കും അല്ലേ? ഏതായാലും ഞങ്ങൾ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അല്ലേ വിഷ്ണു? നമ്മുടെ ONK ജംഗ്ഷൻ എത്തില്ലേ? ഇതല്ലേ ONK ജംഗ്ഷൻ? ഉണ്ട്, അവിടെ പാലമൊക്കെ ഉണ്ട്. അവിടെ വഴിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. 3 വർഷം കഴിയുമ്പോൾ വഴി തെറ്റും. ONK ജംഗ്ഷനിലെ പാലം ഓവർ ബ്രിഡ്ജ് ഇല്ലേ? എറണാകുളം എയർപോർട്ടിൽ പോകുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലുമായി ഇവിടുന്ന് റൈറ്റ് കഴിഞ്ഞ് പാലത്തിന്റെ അടിയിൽ കൂടെ പോയാൽ പുല്ലുണങ്ങര അഴീക്ക. അങ്ങനെ നമ്മൾ കായംകുളം പാലത്തിലെത്തി. കണ്ട ഇടവ സൈഡിൽ ബസ് സ്റ്റാൻഡ്. ഇത് തിയേറ്ററാണ്. ഇതാണ് തിയേറ്റർ. കായംകുളം തിയേറ്റർ, പുതിയ തിയേറ്റർ വരും അല്ലേ? നമ്മൾ KPSC ജംഗ്ഷനിലെത്തി. പഴയ KPSC എല്ലാം പൊളിച്ചില്ലേ? എല്ലാം പൊളിച്ച്. പിന്നെ ഒരുപാട് കലാകാരന്മാര് KPSC വന്നിട്ടുള്ളല്ലേ ഇല്ലേ? പഴയ ഫേമസ് ആയിട്ടുള്ള KPSC ലളിതാമ്മ, അങ്ങനെ എത്ര നടന്മാർ, നടികള്. ഇതുപോലെ ട്രെയിൻ ഓടിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ എവിടെല്ലാം യാത്ര ചെയ്തിട്ടുണ്ടെന്നറിയും. പിന്നെ 500 ടണ്ണിന്റെ ക്രെയിൻ ഉണ്ടല്ലോ, അതാ ഏറ്റവും കൂടുതൽ ഓടിച്ചോണ്ട് പോയത്. ഇത് ചെറിയ ക്രെയിനാണ്, കണ്ട് 75 ടണ്ണാണ്. അതിന്റെ ടയർ കണ്ടോ? ഇതിനൊക്കെ വലിയ ടയറാണ് 500-ന്റെ. ഇത് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഓച്ചിറയിലെത്തി അല്ലേ വിഷ്ണു? ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. താജ്മഹൽ പള്ളി. പേര് പേരാണ്ടോ? താജ്മഹലിന്റെ തൊട്ടിരിക്കുമല്ലേ? നീണ്ടാരല്ലേ? നീണ്ടാര പോലെ അടിപൊളി ഒരു ക്രെയിനും കിടപ്പുണ്ട്. ഇപ്പോഴാ നീണ്ടാര പാലമായതല്ലേ വിഷു? ആണ്ട ഇവിടെ മീൻ കച്ചവടമൊക്കെ ഉണ്ട്. ഈ ഒരു അടയാളം വെച്ചോണ്ട് നമ്മൾ പറഞ്ഞത് നീണ്ടാര പാലമായത്. കാരണം മീനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേര്. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാടാണ്. എന്നിട്ട് വഴിയൊക്കെ ഇല്ലേ? വഴിയൊക്കെ മറന്നു. ഇപ്പോഴാണ് നീണ്ടാര പാലമായി. മണം അടിക്കുന്നുണ്ട്, മീനിന്റെ മണമുണ്ട്. ഒഴിഞ്ഞ ഇട്ടല്ലേ അല്ലേ? ആളിന്റെ വേളി കൂടെ പാലമായി. ഇത് പൊളിക്കത്തില്ലായിരിക്കും. ഡിസ്പ്ലേ ഒരു പുതിയ ഫോൺ, 3ാമത്തെ പ്രാവശ്യം ഡിസ്പ്ലേ. ആപ്പ് എടുക്കാനുള്ള പൈസ തന്നെ പോയി കിട്ടും. ആപ്പിളിന് 2 മേടിക്കുന്ന പൈസ കളഞ്ഞില്ലേ? ഒരു വർഷത്തിലുണ്ട്, 1.5 വർഷം പോകും. 1 വർഷം ഇവിടുന്ന് 1 വർഷം പോലും ആയില്ല, 8 മാസം കണ്ട്. ചിന്നക്കട വന്നതിന്റെ ഡിസ്പ്ലേ ചിന്നക്കട ഡിസ്പ്ലേ അവിടെ മേടിച്ചെടുത്തത് വാർത്ത എടുത്തില്ല. അമ്മര് പറയാ ഡീപ് സ്ക്രാച്ച് ആണ്, എന്തൊക്കെയാ പറയാനായിട്ട്. ചെറിയൊരു സ്ക്രാച്ച് പോലെയുള്ളൂ. നമ്മളെന്തോ ഫോൺ മാറ്റി അലമാരിക്ക് എത്തി വെക്കാൻ പോകുന്നു. അവരിങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാനേ അമ്മമാരെ ഒന്ന് പറ്റിക്കാന്നും കരുതി വേറെ ഷോറൂം നീ ഷോറൂം വന്നു. ഇവിടെ വന്നപ്പോ അവിടെ കൊടുത്ത അതേപോലെ എന്നെ മൊബൈലിൽ കാണിച്ചു പറ്റിച്ച്. നാട്ടിൽ പറ്റിക്കുന്നവരോടെ പറ്റിക്കാത്ത പണി പാടിപ്പോ ചിന്നക്കട വന്നപ്പോഴും പിടി വീണു. നമ്മൾ വിചാരിക്കുന്ന ആളുകളല്ല ഷോറൂം ഇരിക്കുന്നത്. ഒരിക്കലല്ല. ഓപ്പോടെ ഫോണും മേടിച്ച് കൊണ്ടുനടക്കാന്നോണ്ട് പറഞ്ഞ ആളായി. ഓട്ടോ അല്ലേ ഇനിയിപ്പോ ഇത് ശരിയായ കട അടുത്ത ഫോൺ എടുക്കും. കൂത്ത കാശുണ്ടല്ലോ, അടുത്തെടുക്കും. അടലിരിക്കുന്ന ഫോൺ ഏതാ? അത് തന്നെ എടുക്കുക. ഇപ്പൊ നമുക്ക് ഒരുമിച്ച് വരാം, പ്രശ്നമില്ല.
എന്നാ ശരിയെന്നാ ഓക്കെ ഞങ്ങളിനി തിരിച്ചു പോവാം തിരിച്ചു കഴിക്കാൻ പോവാ.